പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. എബേസിന്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനർത്ഥം വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എബേസ് ഏതൊക്കെ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുവോ അതെല്ലാം ദൈവം അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനവധി വിഷയങ്ങൾക്ക് മറുപടികളെ നൽകുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതേ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എബേസിന് വേണ്ടി അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെങ്കിൽ നമുക്ക് വേണ്ടി നാം അപേക്ഷയോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, കണ്ണുനീരോടൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതേ കർത്താവിന്റെ വചനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.